لا إله إلا الله الله أكبر ولله الحمد الله أكبر كبيرا والحمد لله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ബലിപെരുന്നാളിന്റെ സ്നേഹാശംസകൾ ഏവർക്കും പകരുന്നു. ഈദുക്കും മുബാറക്. പെരുന്നാൾ ആഘോഷങ്ങളാണ്. ആഘോഷം ആനന്ദമാണ്. ആനന്ദങ്ങൾ മനസ്സിന് നിർവൃതി പകരുന്ന അസുലഭമായ സന്ദർഭങ്ങളാണ്. മതം ആഘോഷം അനുഭവിക്കാൻ പറഞ്ഞവരാണ്. മതം ആഘോഷങ്ങൾ ആസ്വദിക്കാൻ പറഞ്ഞതാണ്. മതം ആഘോഷത്തിന്റെ ദൈവം തമ്പുരാൻ വരച്ചുവെച്ച വൃത്തത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ആഘോഷത്തെ അതിയായി ആസ്വദിക്കാൻ പറഞ്ഞതാണ്. ഇസ്ലാം കാലത്തിന്റെ മുമ്പിൽ, ചരിത്രത്തിന്റെ മുമ്പിൽ, സർവധർമ്മങ്ങളുടെയും മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മതം. അതുകൊണ്ടാണ് പ്രപഞ്ചനാഥൻ ആ മതത്തിന് അദ്ദീനുൽ ഖയ്യിം എന്ന പേര് നൽകിയത്. എണീറ്റ് നിൽക്കാൻ കഴിയുന്ന മതം എന്നാണ് ഇതിനർത്ഥം. കാലങ്ങളുടെ മുമ്പിൽ, ചരിത്രങ്ങളുടെ മുമ്പിൽ, ചരിത്ര വൈപരീതങ്ങളെ, കാലത്തിന്റെ വിപര്യങ്ങളെ എല്ലാം അതിജയിച്ചുകൊണ്ട് എന്നും ചരിത്രത്തിന്റെ മുമ്പിൽ എണീറ്റ് നിൽക്കുന്ന മതം അത് ഇസ്ലാമാണ്. വെറുതെയാണ് നൂറ്റാണ്ട് പൈതാലുകൾക്ക് മുമ്പ് അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ പ്രവാചകനോട് ഇങ്ങനെ പറയാൻ പറഞ്ഞത്, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കലുള്ള മതം അത് ഇസ്ലാം മാത്രമേ ഉള്ളൂ. ഗൈറൽ ഇസ്ലാമി ദീന, ആരെങ്കിലും ഈ മതമല്ലാതെ ജീവിതത്തിന്റെ പ്രത്യയശാസ്ത്രമായി ധർമ്മധാരയായി സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അതിൽ നിന്നവർ ആ മതം അല്ലെങ്കിൽ ആ ആശയം, ആ ധർമ്മം ദൈവം തമ്പുരാൻ അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഇത് സങ്കുചിതത്തിന്റെ ആശയമല്ല, പ്രവിശാലമായ പ്രപഞ്ചത്തെക്കാൾ പ്രവിശാലമായ ആശയമാണ്. ഇസ്ലാം എന്ന പദത്തിനർത്ഥം സമർപ്പണം എന്നാണ്. ഇസ്ലാം എന്ന പദത്തിനർത്ഥം സമാധാനം എന്നാണ്. ഇസ്ലാം എന്ന പദത്തിനർത്ഥം ശാന്തി എന്നാണ്. ചരിത്രത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പ്രവാചക ചരിത്രത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പ്രവാചകന്മാരെല്ലാം ജനങ്ങളെ കണ്ടപ്പോൾ അസ്സലാമു അലൈക്കും എന്നാണ് പറഞ്ഞത്. പൂർവേദ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകന്മാരുടെ ആദ്യ പ്രവാചകൻ മുതൽ അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ആളുകൾ ആശീർവദിച്ചപ്പോൾ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന സന്ദേശമായിരുന്നു നൽകിയിരുന്നത്. ആ സമാധാനം അവർ പറഞ്ഞിരുന്നത് ഇസ്ലാമായിരുന്നു. സഹോദരന്മാരെ, ബലിപെരുന്നാളിന്റെ ദിനം നമുക്ക് ആഘോഷമാണെന്ന് സൂചിപ്പിച്ചല്ലോ. ഈ ആഘോഷത്തിന്റെ ദിനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് മുമ്പിൽ 5 സന്ദേശങ്ങളെ നാം മറക്കാതെ പോകരുത്. നാം മറക്കാതിരിക്കണം 5 സന്ദേശങ്ങളെ. 5 സന്ദേശങ്ങളായിരിക്കണം ബലിപെരുന്നാളിന് നമുക്ക് ഊർജം നൽകുന്നത്, അല്ലെങ്കിൽ ഈ പെരുന്നാൾ നമ്മോട് തുറന്നു പറയുന്നത്. ഒന്ന് ബലിയാണ്. ബലി എന്ന പദത്തിന് അറബിയിൽ അർത്ഥം തദ്ഹിയ എന്നാണ്. തദ്ഹിയ എന്ന പദത്തിനർത്ഥം സമർപ്പണം എന്നാണ്. സർവ്വതും ത്യജിക്കാൻ കഴിയുന്ന അവസ്ഥക്കാണ് ബലി എന്ന് പറയുന്നത്. താങ്കളുടെ മകനെ അറുക്കുക. 120-ാമത്തെ വയസ്സിലായിരുന്നു പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കുട്ടിയുണ്ടായതും ചരിത്രം പറയുന്നു. ഇറാഖിലെ ഊർ പട്ടണത്തിൽ ജനിച്ച് പലസ്തീനിലെ ഖലീൽ പട്ടണത്തിൽ 200-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 175-ാമത്തെ വയസ്സിൽ അന്തരിച്ച മഹാനായ ചരിത്രത്തിലെ ഹീറോ എന്ന്
പാശ്ചാത്യ നായകന്മാർ പോലും വിശേഷിപ്പിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന സന്തോഷങ്ങൾക്ക് പിന്നിൽ പരിശ്രമത്തിന്റെ തീച്ചുളയിൽ വാർത്തെടുത്ത ത്യാഗപരിശ്രമങ്ങളുടെ നീണ്ട കഥകളുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ത്യാഗം അത് വളർച്ചയുടെ അനിവാര്യമാണ്. ത്യാഗം അത് സ്നേഹത്തിന്റെ ബാക്കിപത്രമാണ്. ത്യാഗം അതില്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. പിറക്കുന്നതിന് മുമ്പ് പേര് നൽകിയ ഭൂമുഖത്തെ ഒരൊറ്റ ജീവി മനുഷ്യൻ മാത്രമാണ്. പിറക്കുന്നതിന് മുമ്പ് മനുഷ്യരാശി ഭൂമിയിൽ ഉടലെടുക്കുന്നതിന് മുമ്പ് പേര് നൽകിയത്, ആ പേര് പടച്ചതമ്പുരാനാണ് നൽകിയത്. ആ പേര് ഇങ്ങനെയാണ് അറബിയിൽ ഖലീഫ എന്ന്. ഖലീഫ എന്ന് ഒരൊറ്റ മൃഗ സസ്യലതാദികൾക്കും പടച്ചവൻ നൽകിയില്ല, മനുഷ്യന് മാത്രമേ നൽകിയുള്ളൂ. എന്താ ഖലീഫയുടെ അർത്ഥം? ഇരിക്കാത്തവൻ. എന്താ ഖലീഫയുടെ അർത്ഥം? അധികാരം ഏറ്റെടുക്കുന്നവൻ. എന്താ ഖലീഫയുടെ അർത്ഥം? പരിശ്രമിക്കുന്നവൻ. എന്താ ഖലീഫയുടെ അർത്ഥം? അവൻ നിരന്തരമായി പരിശ്രമത്തിന്റെ വേളയിൽ, പരിശ്രമത്തിന്റെ വീതിയിൽ ജീവിതത്തിന് ധന്യം പകർന്നവൻ. ഇങ്ങനെയുള്ള ഖലീഫയാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഫഇദാ ഫറഗത ഫൻസബ്. ഏതെങ്കിലും ഒരു മേഖലയുണ്ട് നിങ്ങൾക്ക്, ആ മേഖലയിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മേഖലയിലേക്ക് പോകണം. ഞാനൊരു ബിസിനസ് തുടങ്ങി, അത് കൊളിഞ്ഞുപോയി, ഇനി വൈക്കയില്ല എന്ന് പറയുന്നവൻ ഖലീഫയല്ല. ചന്ദ്രനിലേക്ക് പോയി ബഹിരാകാശ ഗവേഷണങ്ങൾ നടത്തി, വീണ്ടും നടത്തണം, പരാജയപ്പെട്ടാൽ അതാണ് ഖലീഫയുടെ അർത്ഥം. ഒരു പരിശ്രമം തുടങ്ങി, ഒരു ജോലി അന്വേഷിച്ചു, ലഭിച്ചില്ല, തിരിച്ചു പോരുന്നു, വീട്ടിൽ വിഷാദവുമായി കഴിഞ്ഞുകൂടുന്നു. പാടില്ല. വീടിന്റെ മൂലയല്ല മനുഷ്യൻ നിശ്ചയിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ആകാശങ്ങളുടെ, പ്രപഞ്ചങ്ങളുടെ ഏത് പരിധി വരെയും എന്റെ പരിമിതിയോടുകൂടി നിങ്ങൾക്ക് പോകുവാൻ കഴിയുമെന്ന് വേദഗ്രന്ഥത്തിന്റെ മണവാട്ടി എന്ന അധ്യായത്തിലെ സൂറത്ത് റഹ്മാനിൽ മനുഷ്യരെ വിളിച്ച് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈദിന്റെ ഒന്നാമത്തെ സന്ദേശം ത്യാഗമാണ്. ത്യാഗം, അതിൽ സ്നേഹവും ചാലിച്ചു തീർക്കണം. ത്യാഗം. മാതാവ് ആശുപത്രിയിലാണ്, വേലക്കാരനോ വേലക്കാരിയോടോ നമ്മൾ പറയുന്നു, ഇതാ എന്റെ മാതാവിനെ നീ മാതാവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കണം, അവരെ പരിചരിക്കണം, ഇതാ നിനക്ക് ഇത്ര പൈസ മാസത്തിൽ. അത് ത്യാഗവുമല്ല, ത്യാഗത്തിൽ സന്നിധമായ സ്നേഹമല്ല. അവിടെയാണ് ത്യാഗത്തിന്റെ പിന്നിൽ സ്നേഹം ആവശ്യമാണെന്ന് പറഞ്ഞത്. അള്ളാഹുവിനോട് സ്നേഹമുണ്ട്. അള്ളാഹു പറയുന്നു, വിജയത്തിലേക്ക് വരൂ, സഹായത്തിലേക്ക് വരൂ, ലക്ഷ്യത്തിലേക്ക് വരൂ. ബാങ്കിന്റെ വിളി കേട്ടാൽ അവിടെ ത്യാഗം, അള്ളാഹുവിനുള്ള സ്നേഹം പൂർത്തീകരിക്കുന്നത്. പള്ളിയിലേക്ക് തണുപ്പിലാണെങ്കിലും നടന്നുകൊണ്ടുള്ള സ്നേഹം ത്യാഗമായിരിക്കണം. അതുപോലെ തന്നെ പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം മാറ്റുവാൻ നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുമെന്ന് പറയുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പരിശ്രമിക്കാൻ തയ്യാറാവണം. ബലിപെരുന്നാളിന്റെ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒന്ന് സ്നേഹമാണ്. ആ ബലി എന്ന പദം അതുകൊണ്ട് തന്നെയാണ് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ സന്ദേശം അത് ഭക്തിയാണ്. ഭക്തി ജീവിതത്തിന്റെ പ്രകാശമാണ്. പ്രകാശം നഷ്ടപ്പെട്ടാൽ ഇരുട്ടിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അന്തിമ വേദഗ്രന്ഥം മനുഷ്യകത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പറഞ്ഞത് അന്ധകാരങ്ങളുടെ അനവധി ലോകങ്ങളിൽ നിന്ന് വെളിച്ചത്തിന്റെ ഏകധ്രുവ ലോകത്തിലേക്ക് നിങ്ങളെ വഴി നടത്താനാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇബ്രാഹിം എന്ന അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനമാണ് ഇവിടെ. ഇബ്രാഹിം എന്ന അധ്യായം കൂടി, ആ പ്രവാചകനെ കൂടി സ്മരിക്കുമ്പോൾ ഈ വചനത്തിന്റെ പ്രത്യേകത കൂടി ഇവിടെ സ്മരിക്കാതെ പോകുവാൻ കഴിയുകയില്ല. ഭക്തി അത് ജീവിതത്തിന് വെളുപ്പ് നൽകും. ഭക്തിയില്ലാത്ത അവസ്ഥ ജീവിതത്തിന് കറുപ്പ് നൽകും. കറുത്ത ആളുകളെയും വെളുത്ത ആളുകളെയും ഒരുമിച്ച് കൂട്ടുന്ന രംഗമുണ്ട്. അവരുടെ ശരീരത്തിന്റെ സ്കിൻ കളറല്ല അവിടെ കറുപ്പും വെളുപ്പും, അവരുടെ ഹൃദയത്തിന്റെ കളറാണ് കറുപ്പും വെളുപ്പും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഫഅമ്മല്ലദീന സ്വദ്ദത ഖുലൂബുഹും, ഹൃദയം കറുത്ത ആളുകൾ. ഫഅമ്മല്ലദീന ബിയദ്ദത ഖുലൂബുഹും, ഹൃദയം വെളുത്ത ആളുകൾ. ഫഅമ്മല്ലദീന സ്വദ്ദത വുജൂഹും, മുഖം കറുത്ത ആളുകൾ. ഫഅമ്മല്ലദീന ബിയദ്ദത വുജൂഹും, മുഖം വെളുത്ത ആളുകൾ. മുഖം വെളുത്തു കരിവാളിച്ച ആളുകൾ, ആ ആളുകളെ അള്ളാഹുവിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ ഗാശിയ എല്ലാം മൂടുന്ന ഒരു സന്ദർഭമുണ്ട് പ്രപഞ്ചത്തിൽ വരാനിരിക്കുന്നത്. ബിഗ് ബാങ് തിയറിയിലൂടെ പ്രപഞ്ചം ഉത്ഭവിച്ചുവെങ്കിൽ ബിഗ് ക്രഞ്ച് തിയറി എന്ന മഹാവിസ്ഫോടനം, എല്ലാം പൊട്ടിത്തെറിക്കുന്ന സിദ്ധാന്തത്തിലൂടെയാണ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെങ്കിൽ എല്ലാം തകർന്നടിയുന്ന സിദ്ധാന്തമാണ് ബിഗ് ക്രഞ്ച് തിയറി. ആധുനിക ശാസ്ത്രം, സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള ആളുകൾ ലോകത്ത് വെളിപ്പെടുത്തുന്ന സത്യങ്ങളാണത്. ഇവിടെ ഖുർആൻ പറയുന്നു, ഹൽ ഹത്താക ഹദീസുൽ ഗാശിയ, ആ മൂടുന്ന വാർത്ത നിനക്കറിയാമോ?
അത് ഭയങ്കര സംഭവമാണ്. അതിൽ നഷ്ടമുണ്ട്. ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് അധ്വാനിച്ച് പരിശ്രമിച്ച ആളുകൾ അവിടെ ഖേദിച്ചു പോകും. എന്താണ് ആ പരിശ്രമത്തിന്റെ പിന്നിൽ? ഭക്തിയുടെ വെളിച്ചമില്ലാത്ത പരിശ്രമം, ഭക്തിയുടെ ഹൃദയമില്ലാത്ത പരിശ്രമം. എല്ലാം പരിശ്രമിക്കുന്നുണ്ട്, ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്? ഭക്തിയുടെ നീർച്ചാലുകളിൽ ഒഴുക്കപ്പെട്ട ജീവിതമല്ല അത്. അതൽപ്പം ചേരുവ ചേർത്താലേ ജീവിതത്തിന് തിളക്കമുണ്ടാവുകയുള്ളൂ. ഭക്തിയുള്ള ആളുകൾക്കാണ് വിജയമുണ്ടാകുന്ന ഖുർആൻ പറയുന്നു. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, ഭക്തിയുള്ള ആളുകളെയാണ് ഈ പ്രപഞ്ചനാഥന് ഇഷ്ടം. നോക്കൂ, നിങ്ങളുടെ മാനേജർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമുക്കെന്തൊരിഷ്ടമാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമുക്കെന്തൊരിഷ്ടമാണ്. നമ്മെക്കാളും ഉയരുള്ള രാജ്യത്തിന്റെ നേതാവ് നമ്മെ വിളിച്ചു പറയുന്നു, നിങ്ങൾ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണ് നമുക്ക്. പ്രപഞ്ചത്തിന്റെ നാഥൻ ഈ പ്രപഞ്ചത്തിന് പരിസമാപ്തിയും അതുപോലെ തന്നെ ഉത്ഭവം നൽകിയ പ്രപഞ്ചത്തിന്റെ നാഥൻ വിളിച്ചു പറയുന്നു, ഭക്തിയുള്ള ആളുകളെ നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. രണ്ടാമത്തെ സന്ദേശം ഭക്തിയാണ്. മൂന്നാമത്തെ സന്ദേശം ജ്ഞാനമാണ്. ജ്ഞാനം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹീറോകളെയും വില്ലന്മാരെയും ആരാധിക്കുന്ന കാലമാണിപ്പോൾ. ഹീറോകൾക്കും വില്ലന്മാർക്കും ഫാൻസുകൾ ഫേസ്ബുക്കിലൂടെയും മറ്റ് ആധുനിക മീഡിയയിലൂടെയും ആയിരക്കണക്കിന് 10,000-കണക്കിന് ഫാൻസുകൾ സൃഷ്ടിക്കപ്പെടുന്ന കാലമാണിപ്പോൾ. ചോദിക്കട്ടെ, ചരിത്രത്തിൽ നായകനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ ചരിത്ര നായകനെ പിൻപറ്റിയ മുഴുവൻ ആളുകളോടും പറഞ്ഞു, നിങ്ങൾക്ക് പിൻപറ്റാനുള്ള ഒരു ഹീറോ ഉണ്ട് ചരിത്രത്തിൽ, അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇബ്രാഹിമ, അദ്ദേഹം ഹീറോ മാത്രമല്ല, മാതൃകാ പുരുഷനായ റോൾ മോഡൽ ഫാദറാണ് അദ്ദേഹം. ആ ഫാദറെ നിങ്ങൾ പിൻപറ്റണമെന്നാണ് ഖുർആനും ബൈബിൾ പോലുമുള്ള വേദഗ്രന്ഥങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റണം. അവിടെയാണ് ജീവിതത്തിന് ധന്യമുണ്ടാകുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മാതൃക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ കൊണ്ട് ജീവിതത്തിൽ അദ്ദേഹം എല്ലാം നേടിയെടുത്തു എന്ന് പറഞ്ഞത്. എല്ലാം നേടിയെടുത്തു. എനിക്ക് മക്കളെ തരണമെന്ന് പ്രാർത്ഥിച്ചില്ല, എനിക്ക് നല്ല മക്കളെ തരണമെന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹു നല്ല മക്കളെ കൊടുത്തു. ഇസ്മായിലും ഇസ്ഹാഖും 2 സെമിറ്റിക് വംശങ്ങളുടെ 2 തലമുറകളായി ലോകത്ത് മുഴുവൻ വ്യാപിച്ചു. ഇസ്മായിലിലൂടെ അറബ് സമൂഹവും അതുപോലെ ഇസ്ഹാഖിലൂടെ യഹൂദ ക്രൈസ്തവ സമൂഹവും ആ രാജ്യത്തെ ആ വിഭാഗവും ലോകത്ത് വ്യാപിച്ചു. 2 വലിയ ചരിത്ര സമൂഹങ്ങൾ അദ്ദേഹത്തിന്റെ മക്കൾ സൃഷ്ടിച്ചു. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അതേപോലെ ഒരു പ്രാർത്ഥനയായിരുന്നു, റബ്ബി ഹബ്ലി ഹുക്മ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. എനിക്ക് ജ്ഞാനം പകർന്നു തരണമേ നാഥ. നിങ്ങൾക്ക് ബുദ്ധി കൊണ്ടും തത്വം കൊണ്ടും അല്ലെങ്കിൽ സാമർത്ഥ്യം കൊണ്ടും ലോകത്ത് എണീച്ചു നിൽക്കാൻ കഴിയും നമുക്കൊക്കെ. പക്ഷേ ജ്ഞാനത്തിന്റെ വെളിച്ചമുണ്ടാകുമ്പോൾ നമ്മുടെ എണീച്ചു നിൽക്കുന്ന ഒരു ശക്തി ഉണ്ടാകും. നാം പോകുന്ന വഴിയിൽ വെളിച്ചമുണ്ടാകും. നാം അനുഭവിക്കുന്ന കാര്യങ്ങളിൽ നിർവൃതി ഉണ്ടാകും. ജ്ഞാനം അത് മനുഷ്യന് അനിവാര്യമായ സമ്പത്താണത്. ജ്ഞാനേന ഭക്തിർ നഖുമുണ്ടരേന എന്ന ഹൈന്ദവ ധർമ്മം ലോകത്തെ പഠിപ്പിച്ച മഹാസത്യമാണത്. ഭക്തി തലമൊട്ടയടിക്കൽ കൊണ്ടല്ല ഭക്തി. ഭക്തി അത് തലയിൽ തലപ്പാവ് ധരിച്ചത് കൊണ്ടല്ല ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് വേദഗ്രന്ഥത്തിൽ പ്രവാചകരോട് പറഞ്ഞത്, അവസാന വേദഗ്രന്ഥത്തിൽ പ്രവാചകരോട് പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകരെ, വിജ്ഞാന വീതിയിലേക്ക് കടന്നു വരുന്ന പ്രവാചകരെ, നിങ്ങളുടെ ജ്ഞാനത്തിന്റെ ആദിമ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മഹാശക്തിയെ തിരിച്ചറിയലാകുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വചനം അവതരിപ്പിച്ചപ്പോൾ ഇഖ്റ എന്ന് പറഞ്ഞത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ച നാഥന്റെ പേരിൽ വായിക്കണം നിങ്ങൾ. സൃഷ്ടിച്ച നാഥന്റെ പേരിൽ വായിക്കാത്ത വായനകൾ ലോകത്ത് ദുരന്തം വിതച്ചു നമുക്കറിയാം. സാഹിത്യങ്ങൾ അശ്ലീലങ്ങളായി മാറിപ്പോയി. ഫിസിക്സ് ഭൗതിക ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗം ഫിസിക്സ്. ആ ഫിസിക്സിലെ 80% സയന്റിസ്റ്റുകൾ ലോകത്തെ ഏതെങ്കിലും ആയുധശാലയിലെ പണിക്കാരാണെന്ന് പറയുമ്പോൾ
ലോകത്തെ ജ്ഞാനവിജ്ഞാനങ്ങളുടെ വിസ്മയമായി മാറുന്ന ഭൗതിക ശാസ്ത്രം, ഫിസിക്സിന്റെ ദാരുണമായ ദുരന്തമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം സൃഷ്ടിച്ച ന്യൂക്ലിയർ പവറിന്റെ ദുരന്തം അദ്ദേഹം അയവിറക്കുന്നുണ്ട്. ദൈവവിശ്വാസത്തിന്റെ പിൻബലമായിരുന്നു എന്നെ ഇത്തരം ജ്ഞാനങ്ങളിലേക്ക് എത്തിച്ചത് എങ്കിൽ ഈ വിശ്വാസത്തിന്റെ ലാഞ്ചന പോലും മനസ്സിന്റെ ഓരങ്ങളില്ലാത്ത ആളുകൾ ഈ വിജ്ഞാനത്തെ ഇത്രയും മോശമായി ചിത്രീകരിച്ചല്ലോ. മനുഷ്യരെ കൊല്ലാൻ ഞാൻ ആൾക്കാർക്കാർക്കും വിജ്ഞാനം പകർന്നു കൊടുത്തിട്ടില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞു. സഹോദരന്മാരെ, നിങ്ങൾ വായിക്കണം. സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ. അതിനർത്ഥം വായനയുടെയും ചിന്തയുടെയും സമർപ്പണത്തിന്റെയും പിന്നിൽ അള്ളാഹുമായുള്ള ബന്ധം വേണം. കെമിസ്ട്രിയും ഫിസിക്സും സോളജിയും ബോട്ടണിയും ഒക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ MBAയും അതുപോലെ തന്നെ അക്കൗണ്ടൻസും ഒക്കെ പഠിപ്പിക്കുന്ന നാം മക്കളെ പഠിപ്പിക്കുമ്പോൾ അവർക്കെല്ലാം വിജ്ഞാനത്തിന്റെ ഈ പ്രവിശാലമായ മേഖല മക്കൾക്ക് തുറന്നു കൊടുക്കുമ്പോൾ അവർക്കെല്ലാം ദൈവവിശ്വാസത്തിന്റെ ഒരു കിളിവാതിൽ കൂടി അവരുടെ വിജ്ഞാന ലോകത്തേക്ക് തുറന്നു കൊടുക്കണം. അവിടെ നഷ്ടങ്ങൾ ഉണ്ടാവുകയില്ല, അവിടെ ലാഭങ്ങളെ തീർക്കുവാൻ കഴിയുള്ളൂ. എത്രയോ വിശാലമായി മക്കളെ പഠിപ്പിച്ചു, സമ്പത്തിന്റെ ഒരു ഭാഗം മുഴുവൻ ചെലവഴിച്ചു. ആ മക്കൾ പിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവർ മാതാപിതാക്കളെ കൊണ്ടുപോയി അയക്കുന്നത് വൃദ്ധസദനത്തിലാണ്. ആ വൃദ്ധസദനത്തിലോ എല്ലാം സഹിച്ചുകൊണ്ട് തീർത്തുന്നു തീർക്കുന്ന മാതാപിതാക്കൾ, കൊട്ടാരത്തിൽ ഞാൻ എന്റെ പുത്രനെ വളർത്തി ഒരു കുടിയിൽ പോലും എന്നെ വളർത്താൻ എന്റെ പുത്രന്റെ മനസ്സ് വന്നില്ലോ എന്ന് ചോദിക്കുന്ന ആധുനിക പിതാക്കന്മാർ ജീവിക്കുന്ന ഈ ലോകത്തോട് ഖുർആൻ പറയുന്നു, നിങ്ങളെ മക്കളെ നിങ്ങൾ വിജ്ഞാനത്തിന്റെ വീതിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനെ വിസ്മരിക്കുന്ന വിജ്ഞാനത്തിന്റെ മേഖല അവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കരുത്. ഇതിന്റെ 4ാമത്തെ സന്ദേശം സംസ്കരണമാണ്. സംസ്കരണം, പ്യൂരിഫിക്കേഷൻ, ലിബറേഷൻ എന്നൊരു പദം ലോകത്തൊരുപാട് പ്രസക്തമായ പദമാണ്. ലിബറേഷൻ 2 തൂണുകളാണ് ഇസ്ലാം സമർത്ഥിക്കുന്നത്. ഒന്ന് അത് വിജ്ഞാനം, 2 സംസ്കരണം. ഈ 2 തൂണുകളിലാണ് ഇസ്ലാം ലിബറേഷനെ, വിശ്വവിമോചനത്തെ പടുത്തുയർത്തിയത്. ഈ 2 തൂണുകളിൽ ഏതെങ്കിലും ഒന്ന് തകർന്നു വീണാൽ മനുഷ്യവിമോചനം സാധ്യമാവുകയില്ല എന്ന വിശ്വപ്രഖ്യാപിതമായ പാഠമാണ് മനുഷ്യ ചരിത്രത്തെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. സംസ്കരണം അത് ജീവിതത്തിന് 2 അർത്ഥം നൽകുന്നു. 1 അഭിമാനം നൽകുന്നു, 2 ആരോഗ്യം നൽകുന്നു. സംസ്കരണമില്ലായ്മ ജീവിതത്തിന് 2 നഷ്ടങ്ങൾ നൽകുന്നു. 1 അഭിമാനം നൽകുന്നു, 2 അനാരോഗ്യം നൽകുന്നു. സംസ്കരണം അത് ജീവിതത്തിന്റെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ, ഹൃദയങ്ങളെ സംസ്കരിക്കുന്നവനാണ് താങ്കൾ, നീ എന്റെ ഹൃദയത്തെ നീ സംസ്കരിക്കണമേ നാഥ. അതുകൊണ്ടാണ് പ്രവാചകന്റെ മറ്റൊരു പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. 3ാമത്തെ പദപ്രയോഗം അഫാഫ് എന്ന പദപ്രയോഗമാണ്. പവിത്രത ജീവിതത്തിൽ നൽകണമേ. സംസ്കരണമില്ലെങ്കിൽ പവിത്രത നഷ്ടപ്പെടും. പവിത്രത നഷ്ടപ്പെട്ടാൽ നിമിഷങ്ങൾക്ക് മുമ്പിൽ ജീവിതമാകുന്ന മഹാകുടുമിടികൾ തകർന്നടിഞ്ഞു വീഴും. അഭിമാനത്തിന്റെ മഹാഗോപുരങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിച്ച ലോകത്തെ വമ്പൻ നായകന്മാരുടെ ജീവിതം 10 മിനിറ്റിന്റെ ഇരുണ്ട റൂമുകളിലേക്കുള്ള ആരും കണ്ടില്ലെന്ന് പറഞ്ഞ ലൈംഗിക ആസ്വാദനത്തിന്റെ സംസ്കാരമല്ലാത്ത, അനുവദനീയമല്ലാത്ത അധാർമിക മാർഗത്തിന് വേണ്ടി ചിലവഴിച്ചപ്പോൾ അവർ തീർത്ത ജീവിതത്തിന്റെ ഗോപുരം തകർന്നു വീണു. കഴിഞ്ഞ വർഷത്തിന്റെ ലോക IMFന്റെ മീറ്റിംഗ് നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളന വേദിയിൽ ആ IMFന്റെ ലോക നേതാവിനെ പുറത്താക്കേണ്ട അവസ്ഥ വന്നു. എന്തായിരുന്നു കാരണം? ആളുകൾക്കറിയാം ഇത് മോശമാണ്, ആളുകൾക്കറിയാം ഇത് എല്ലാ സ്ഥലത്തും ലഭിക്കും, എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടെന്നറിയാം. എന്നാലും സംസ്കാരത്തിന് വിലയില്ലാത്ത ലോകത്തും സംസ്കരണത്തിന് വിലയുണ്ട് എന്ന് പഠിപ്പിക്കലായിരുന്നു അവിടെ. എത്രയോ ആളുകളുടെ ശബ്ദം എന്ന് നമുക്ക് ലോകത്ത് കേൾക്കുവാൻ കഴിയുന്നില്ല. അവരെല്ലാം അല്പസമയത്തിന് സംസ്കാരം നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ജീവിതം തകർന്നുപോയി. സഹോദരന്മാരെ, ഈദിന്റെ 4ാമത്തെ സന്ദേശം ഇസ്ലാമിന്റെ വിമോചനത്തിന്റെ 2 തൂണുകളിൽ ഒരു തൂണാണ് സംസ്കരണമാണ്. അള്ളാഹു നമ്മെ രഹസ്യ പരസ്യ ജീവിതത്തിൽ സംസ്കാരവുമുള്ള ആളുകളാക്കി തീർക്കുമാറാവട്ടെ. ഈദിന്റെ 5ാമത്തെ സന്ദേശം
കാരുണ്യമാണ്. റഹ്മത്ത്, പ്രപഞ്ചനാഥൻ അവനിഷ്ടപ്പെടുന്ന നാമങ്ങളിൽ രണ്ടാമത്തെ നാമം നൽകിയത് അർ-റഹ്മാൻ എന്ന പദപ്രയോഗമാണ്. അർ-റഹ്മാൻ അൽ അർശിസ്തവ, ആകാശത്തിന്റെ ഉന്നതികളിൽ പ്രത്യേക സ്ഥലത്ത് ഇരിക്കുന്ന പടച്ചവൻ, ആ പടച്ചവൻ കാരുണ്യവാനാണ്. ഖുലിദ അല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹ് എന്ന് വിളിക്കാം. അവിദ അർ-റഹ്മാൻ, നിങ്ങൾക്ക് കാരുണ്യവാൻ എന്ന് വിളിക്കാം. ഇന്ന ലില്ലാഹി 99 ഇസ്മാ, പടച്ചവന് 99 നാമങ്ങളുണ്ട്. 99 നാമങ്ങളിൽ പടച്ചവൻ വിളിക്കാൻ 2 നാമങ്ങളെ പ്രാധാന്യം നൽകിയിട്ടുള്ളൂ. ഖുലിദ അല്ലാഹ്, ജെൻഡറില്ലാത്ത, ബഹുവചനമില്ലാത്ത, അറബി ഭാഷയിലും സെമിറ്റിക് ഭാഷകളിലും അത്ഭുതങ്ങളായി നിൽക്കുന്ന ഒന്നാമത്തെ അള്ളാഹു എന്ന പദം, രണ്ടാമത് അർ-റഹ്മാൻ പരമകാരുണ്യകൻ എന്ന പദം. ആ കാരുണ്യവാനായ തമ്പുരാൻ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കും രോഗിക്കും അല്ലാത്ത ആരോഗ്യമുള്ളവരും കാരുണ്യം നൽകുന്ന തമ്പുരാൻ, ആ കാരുണ്യം നൽകുന്ന തമ്പുരാൻ, ആ കാരുണ്യം നൽകുന്ന തമ്പുരാന്റെ അവസാനത്തെ പ്രവാചക കണ്ണിയിലെ അവസാനത്തെ വ്യക്തിത്വമായ പ്രവാചകൻ നൽകിയ പേരും അങ്ങനെ തന്നെയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, കാരുണ്യത്തിന്റെ കടാക്ഷമായിട്ടല്ലാതെ ഈ ഭൂമിയിലേക്ക് താങ്കളെ ഞാൻ അയച്ചിട്ടില്ല, കഴിഞ്ഞില്ല. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സൂറ യൂനുസിന്റെ 57-58 വചനത്തിൽ ഖുർആൻ ലോകത്തേക്ക് അവതരിപ്പിച്ച അവസാന വേദഗ്രന്ഥം, മനുഷ്യ ജീവിതത്തിന്റെ മഗ്ന കാർട്ട, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ്, അതിന് നൽകിയ പേര് കാരുണ്യമെന്നാണ്. കാരുണ്യം അത് ഭൂമിയിലുണ്ട്, ഉപയോഗിക്കുക. കാരുണ്യം നിങ്ങളുണ്ട്, അത് പകർന്നു കൊടുക്കുക. നമ്മൾ ഓരോ ആളുകളും പിറന്നു വീഴുന്ന മാതാവിന്റെ ഗർഭാശയത്തിൽ നൽകിയ പദം റഹ്മ എന്ന പദമാണ്. അറബി ഭാഷയിൽ റഹ്മാൻ എന്ന കാരുണ്യവാൻ എന്ന പദത്തിന്റെ അസ്തിത്വത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത പദം കാരുണ്യത്തിന്റെ കേന്ദ്രമെന്നാണ് മാതാവിന്റെ ഗർഭാശയത്തിന് അറബി ഭാഷയിൽ നൽകിയത്. ലോകത്തൊരു ഭാഷയിലും ഇതുപോലൊരു പദപ്രയോഗം കാണുവാൻ കഴിയുകയില്ല. കാരണം ഇത് പ്രപഞ്ചനാഥൻ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്ന ആധുനിക മനുഷ്യ, കാരുണ്യത്തിന്റെ ഏതെങ്കിലും ഒരു അല്പമുണ്ടെങ്കിൽ നീ മറന്നു പോകരുത്. കാരുണ്യം പറ്റിയ ലോകത്താണ് സഹോദരന്മാരെ നാം ജീവിക്കുന്നത്. 14 വർഷം മുമ്പ് നാട് വിട്ട പിതാവ് തിരിച്ചു വരികയാണ് കുടുംബത്തെ കാണുവാൻ. കുടുംബത്തെ കണ്ട് അദ്ദേഹം കുടുംബത്തോടുകൂടി ജീവിക്കുന്നു. 14 വർഷം മുമ്പ് ഭാര്യ ഗർഭിണിയായിരുന്നു. നാട് വിടുന്ന സമയത്ത് മകളുടെ പ്രായവും 14 വയസ്സ്. 14 വയസ്സുള്ള മകളുടെ കൂടെ ഒരാഴ്ച താമസിച്ച് കാപ്പിത്തോട്ടത്തിലേക്ക് കൊണ്ടുപോയ പിതാവിനെയും മകളെയും കാണുവാനില്ല. മീഡിയകളും ആളുകളും തിരഞ്ഞു നോക്കിയപ്പോൾ കാപ്പിത്തോട്ടത്തിന്റെ ഒരു മൂലയിൽ ആ മകളതാ കാരുണ്യമില്ലാത്ത കാട്ടാളന്മാരെക്കാളും ക്രൂരമായ മനസ്സിന്റെ ഉടമയായ പിതാക്കളുടെ ബലാത്സംഗത്തിന് വിധേയമായി കൊല്ലപ്പെട്ട് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. കാരുണ്യം പറ്റിയ ലോകത്ത് മനുഷ്യ, നീ കാരുണ്യത്തിന്റെ അസ്തിത്വത്തിലേക്ക് തിരിച്ചു വരിക. സ്വാർത്ഥത നേടാൻ സ്വകുലത്തെ വിൽക്കും മഹാഭാവി ഏകൻ മതിമാൻ മനുഷ്യൻ എന്ന് പറഞ്ഞ ഉള്ളൂരിന്റെ കവിതകൾക്ക് അർത്ഥം നൽകുന്ന ഈ ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരുപാട് പ്രയത്നങ്ങളുടെ സഹോദരന്മാരെ. ഇതിന്റെ 5ാമത്തെ സന്ദേശം അത് കാരുണ്യമാണ്. മാതാപിതാക്കൾക്ക് മക്കളോട് കാരുണ്യമില്ല. മക്കളെ താൻ ഉപയോഗിക്കുകയും താൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന മക്കൾ. ഫാത്തിമ അൻതി ഫൽദതു കബ്ദി, നീ എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു പിതാപുത്രി ബന്ധത്തിന്റെ സതീർത്ഥമായ ബന്ധം ചരിത്രത്തിന് തീർത്തുകൊടുത്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ സ്വന്തം മക്കൾക്ക് നൽകിയ, ചെറുപ്പത്തിൽ നൽകിയ ഉമ്മകൾക്ക് പകരം വലുപ്പത്തിൽ സ്നേഹത്തിന്റെ ഉമ്മകൾ പകരം വലുപ്പത്തിൽ വികാരത്തിന്റെ ചുംബനം നൽകുന്ന മാതാപിതാക്കളെ, നിങ്ങളെ ചരിത്രം വിടുകയില്ല. ഈ പ്രപഞ്ചനാഥൻ നിങ്ങളെ വിടുകയില്ല. തീർച്ചയായും ഇതിന് ആളുകളുടെ ശാപവും അള്ളാഹുവിന്റെ ശാപവും മലക്കുകളുടെ ശാപവും ഇവിടെ നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാകുന്നു. സഹോദരന്മാരെ, തീരുന്നില്ല. കാരുണ്യമില്ലാത്ത ലോകത്തിന്റെ ഈ കിടപ്പ് വല്ലാത്തൊരവസ്ഥയാണ്. നിർത്തുകയാണ് ഞാൻ അവസാനത്തെ സന്ദേശവും കൂടി പറഞ്ഞുകൊണ്ട്. കാരുണ്യം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകന്റെ പേരക്കുട്ടി മരിച്ചപ്പോൾ പ്രവാചകൻ കരഞ്ഞുപോയി. സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ പ്രവാചകനെ താങ്കൾ കരയുന്നത്? ഇന്നഹാ റഹ്മത്തുൻ ഔദഅഹു അല്ലാഹു ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഹൃദയാന്തരാളത്തിൽ
പടച്ചവൻ നിക്ഷേപിച്ച കാരുണ്യമാണ്. ആ കാരുണ്യം കണ്ണീരായി പുറത്തു വരികയാണ് സ്വഹാബത്തെ എന്ന് പ്രവാചകൻ ചരിത്രത്തിൽ നൽകി. മുകളിൽ ഒരു കിളി പറക്കുന്നുണ്ട്. പ്രവാചകന്റെ അടുത്തൊരു കുഞ്ഞ് കിളിയുമായി വന്നു. റസൂലെ, എന്തൊരു നല്ല കിളി, ഒന്ന് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതിന്റെ തള്ള എവിടെയാണ്? അതാ ആ മുകളിൽ പറക്കുന്നതാണ്. മകനെ, ആ കിളിയെ തള്ളക്ക് വിട്ടുകൊടുക്കുക. കാരുണ്യമേ, കാരുണ്യമേ, കാരുണ്യമേ. ഇതുപോലൊരു കാരുണ്യം ലോകത്ത് ജീവിച്ചിട്ടുണ്ടോ? There is no a similar personality in the world history like മുഹമ്മദ് എന്ന് പറഞ്ഞ പാശ്ചാത്യൻ ചിന്തകന്മാരുടെ വാക്കുകൾ ഇവിടെ നാം ഓർത്തുപോകുകയാണ്. അദ്ദേഹം ദൈവമാണോ, ദൈവപുത്രനാണോ, അതോ കാരുണ്യത്തിന്റെ കടാക്ഷമോ എന്ന് പാടിയ മലയാളി കവികളുടെ കവിതകൾ നാം ഇവിടെ അയവിറക്കുകയാണ്. സഹോദരന്മാരെ, കാരുണ്യവാരാവുക, കാരുണ്യം നൽകുക മക്കൾക്ക്. ബിർറു അബ്നാഅക്കും ബിർറു അബാഅക്കും തബറുക്കും അബ്നാഅക്കും. മക്കളോട് കാരുണ്യം കാണിക്കുക, പിതാക്കളോട് കാരുണ്യം കാണിക്കുക, പിതാക്കളോട് കാരുണ്യം കാണിക്കുക, മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കുക. അവരോട് പടച്ചവനും കാരുണ്യം കാണിക്കും. ലണ്ടൻ എയർപോർട്ടിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു വൃദ്ധയായ മാതാവ് ഒരു കയ്യിൽ ഒരു ആപ്പിൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തിന്നാൻ കഴിയുന്നില്ല. ലണ്ടനിലെ ഒരു ഇസ്ലാമിക പ്രബോധകൻ കുടുംബമായി ആ എയർപോർട്ടിലൂടെ ഉള്ളിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധയായ മാതാവിനെ സ്ത്രീയെ കാണുന്നു. ആ സ്ത്രീയോട് ചോദിച്ചു, ക്യാൻ ഐ ഹെൽപ്പ് യു? എന്തെങ്കിലും സഹായം താങ്കൾക്ക് വേണമോ? ഏകാന്തമായിരിക്കുന്ന ആ വൃദ്ധയോട് ചോദിച്ചപ്പോൾ വൃദ്ധ എണീറ്റുകൊണ്ട് പറഞ്ഞു, ഈ ആപ്പിളും തിന്നുന്നുമുണ്ട്, ഒന്ന് കട്ട് ചെയ്താൽ തരക്കടില്ല. അദ്ദേഹം ഉടനെ അത് ഓരോ ചെറിയ പീസുകളാക്കിയിട്ട് ആ വൃദ്ധക്ക് നൽകിയപ്പോൾ വൃദ്ധ കരഞ്ഞുപോയി. വൃദ്ധയോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? എനിക്ക് 5 മക്കളുണ്ട്. 5 മക്കളിൽ നിന്നും ഇങ്ങനെ അനുഭവം എനിക്കുണ്ടായിട്ടില്ല. നിങ്ങളുടെ മാതാവ് എങ്ങനെയാണ്? ഷീസ് ലിവിംഗ് ആസ് എ ക്യൂൻ ഇൻ മൈ ഹോം. എന്റെ വീട്ടിലെ രാജ്ഞിയാണവൾ എന്ന വൃദ്ധയോട് ഈ ഇസ്ലാമിക പ്രബോധകൻ പറഞ്ഞപ്പോൾ, ഇതേത് പ്രത്യയശാസ്ത്രത്തിന്റെ അർത്ഥശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത് അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ ഇതെന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. എങ്കിൽ മനുഷ്യരെ സ്നേഹിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ആ ജീവിത ദർശനമാണ് എന്റെ വിജയത്തിന്റെയും മോക്ഷത്തിന്റെയും മാർഗമെന്ന് പറഞ്ഞ് ലണ്ടൻ എയർപോർട്ടിന്റെ ആ വെയിറ്റിംഗ് സമയവും ആ സ്ഥാനവും ഇസ്ലാമിലേക്കുള്ള രാജവാദിയായി മാറ്റിയ നമ്മിലേക്ക് കടന്നു വന്ന സഹോദരന്മാരെ, ഇസ്ലാം ലോകത്തിന് സമർപ്പിച്ചത് ഈ കാരുണ്യമായിരുന്നു. ഇത് നഷ്ടപ്പെടുത്തരുത്. അവസാനമായി പറയുവാനുള്ളത് ഈദിന്റെ 6ാമത്തെ സന്ദേശം പ്രതീക്ഷയാണ്. പ്രതീക്ഷ, കോൺഫിഡൻസ്. കാന മുതഫായിലൻ, അദ്ദേഹം ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരുന്നു. വകാന ബസ്സാമൻ, പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. ഇതെല്ലാം പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയായിരുന്നു. വെറുതെയാണോ മൈക്കിൾ എജ്ഹാർട്ട് അദ്ദേഹത്തിന്റെ ദ 100 എന്ന പുസ്തകത്തിൽ പ്രവാചകന്റെ പേര് 1 നൽകിയത്? വെറുതെയാണോ ബെർനാഡ് ഷാ പ്രവാചകൻ ഉയർത്തിപ്പറഞ്ഞത്? വെറുതെയാണോ ഗാന്ധിജി പ്രവാചകന്റെ അർത്ഥശാസ്ത്രമാണ് ഇന്ത്യയുടെ രാജ്യത്തിന്റെ ഭരണത്തിന് പളുങ്ക് നൽകുന്നത്, അല്ലെങ്കിൽ അതിന് മഹത്വം നൽകുന്നത് പറഞ്ഞത്? വകാന മുതഫായിലൻ, ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരുന്നു. നിരാശ നമ്മുടെ ലോകത്തെ രോഗമാണ്. ലോകത്തെ ചിന്തകന്മാരെല്ലാം നിരാശ ബാധിച്ച ആളുകളായിരുന്നു. നേരത്തെ പറഞ്ഞ ഐൻസ്റ്റീനും അതുപോലത്തെ ന്യൂട്ടനും ലോകത്തിന് സംഭാവന നൽകി. എല്ലാം അവസാന കാലഘട്ടത്തിൽ ഒരു പ്രത്യേക നിരാശയുടെ ലോകത്തായിരുന്നു. അതുപോലത്തെ ലോകത്ത് ഗ്രന്ഥം എഴുതിയ ആളുകൾ, ലോകത്തിന് ധർമ്മവും അധർമ്മവും പഠിപ്പിക്കാൻ കടന്നു വന്ന ആളുകൾ, ലോകത്തിന് മനുഷ്യ ജീവിതത്തിന് വിമോചനം നൽകാൻ കടന്നു വന്ന ആളുകൾ, മാർക്സിനെ പോലെ ആളുകൾ അവസാനം നിരാശാലോകത്തിന്റെ അടിമകളായിരുന്നു. നിരാശ ബാധിച്ച് മക്കളെയും ഭാര്യമാരെയും കൊന്ന ഒരുപാട് തത്വചിന്തകന്മാർ ജീവിച്ച് മരിച്ചുപോയ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഖുർആൻ പറയുന്നു, നഷ്ടപ്പെട്ടതിന് ദുഃഖിക്കാൻ പോകേണ്ടവനില്ല മനുഷ്യൻ. വലാ തഫ്റഹു ബിമാ ആതാകുമുല്ലാഹ്, പടച്ചവൻ നൽകിയതിൽ അതിയായി ആഹ്ലാദിക്കേണ്ടവനുമല്ല മനുഷ്യൻ. മനുഷ്യ സമതുലിതവും സന്തുലിതവുമായ ജീവിതത്തിന്റെ വഴിത്താരയിലൂടെ നാളെയുടെ ജീവിതത്തെ ധന്യമാക്കേണ്ടവനാണ് നീ. അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസമുള്ള ആളാവുക. പ്രതീക്ഷ ഇന്ധനമാണ്. ഇന്ധനം നഷ്ടപ്പെട്ടാൽ നമുക്ക് പലപ്പോഴും അത് തീരുമ്പോൾ സിഗ്നൽ തരും. അത് നഷ്ടപ്പെട്ടാൽ നിന്നുപോകും. പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ജീവിതങ്ങൾക്ക് സിഗ്നൽ തരാറുണ്ട്. നിങ്ങളുടെ ജീവിതം കൂടുതൽ മുന്നോട്ട് പോവുകയില്ല. പ്രതീക്ഷ പാടെ നഷ്ടപ്പെട്ട ആളുകളുടെ ജീവിതം
അവിടെ നിൽക്കാറുണ്ട്. ഇസ്ലാം വിശ്വാസികൾക്ക് നൽകുന്ന 2 ചിറകുകളിൽ ഒന്ന് ദൈവഭയവും 2 പ്രതീക്ഷയുമാണ്. ഈ ചിറകുകൾ കൊണ്ട് ലോകത്ത് മുഴുവൻ പറക്കാൻ നമ്മെ പടച്ചവൻ അനുവദിക്കുന്നു. ഈ ചിറകുകളിൽ ഏതെങ്കിലും ഒന്ന് മുറിഞ്ഞു വീണാൽ നമ്മുടെ പറക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, ബലിയും ഭക്തിയും ജ്ഞാനവും സംസ്കരണവും കാരുണ്യവും പ്രതീക്ഷയും ഇതെല്ലാം സംഗമിക്കുന്ന മഹാസാഗരമാകുന്നു ഇസ്ലാം വിഭാവന ചെയ്യുന്ന ജീവിതം എന്ന് ഇതിന്റെ സന്ദേശത്തിൽ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഇതുപോലെ ഒരുമിച്ച് കൂടുവാനും ഇതുപോലെ സംസാരിക്കുവാനും ഇതുപോലെ സംവദിക്കുവാനും ഇതുപോലെ ഇതിന്റെ സന്ദേശങ്ങൾ നൽകുവാനും ഭാഗ്യമില്ലാത്ത, വിചാരണയില്ലാതെ, അതുപോലെ തന്നെ എന്താണ് താൻ ചെയ്ത കുറ്റമെന്ന് പറയാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലറകളിലെ ഇരുമ്പഴിക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. അവർ കൂടി നാം ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. തമ്പുരാനെ, അവർക്ക് നീ ആശ്വാസം നൽകണമേ നാഥ. തമ്പുരാനെ, അവരുടെ കുടുംബങ്ങൾക്ക് നീ സമാധാനം നൽകണമേ നാഥ. അല്ലാഹുവേ, പീഡനങ്ങളുടെ അതുപോലെ തന്നെ പ്രയാസങ്ങളുടെ അകത്തളങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ, ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ വിമോചനം നൽകണമേ നാഥ. അവർ അവിടെ മരിക്കുന്നുവെങ്കിൽ അവർക്ക് നാളെ നിന്റെ വിശാലമായ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരിടം നൽകണമേ നാഥ. സഹോദരന്മാരെ, ദാരിദ്ര്യത്തിന്റെയും പ്രയാസത്തിന്റെയും പട്ടിണിയുടെയും എല്ലാം വളരെ പ്രയാസമായ ലോകത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അല്ലാഹുവേ വിമോചനം നൽകണമേ നാഥ. നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ സഹോദരന്മാർക്ക് ദീനിനെ കൂടുതൽ സ്നേഹിക്കുവാനും ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ജീവിതത്തെ ധന്യമാക്കുന്ന മാർഗങ്ങളെ അടുത്തറിയുവാനും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണമേ നാഥ. പ്രപഞ്ച സൃഷ്ടികർത്താവായ നാഥ, ഞങ്ങളിൽ നിന്നുള്ള തെറ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തരണമേ നാഥ. സമാധാനവും ശാന്തിയും നൽകണമേ നാഥ. അല്ലാഹുവേ, ജീവിതത്തിന് നിന്റെ വേദഗ്രന്ഥത്തിന്റെ തണലിൽ അതിൽ വിശ്രമം നൽകണമേ നാഥ. പരലോകത്തിലേക്ക് തയ്യാറാകുന്ന ആളുകളായ ഞങ്ങൾക്ക് ആ വിചാരണ വേളയിൽ അർശിന്റെ തണൽ നൽകണമേ നാഥ. ഖുർആനിന്റെയും അർശിന്റെയും തണൽ ലഭ്യമായ ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി നാളെ സ്വർഗത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ നാഥ. അല്ലാഹുവേ, സത്യത്തിന്റെ മാർഗം, ധർമ്മത്തിന്റെ മാർഗം, നീതിയുടെ മാർഗം, ഈ മാർഗം വളരെ അപൂർവമായ ലോകത്ത് പല ആളുകൾക്ക് ലഭിക്കുന്നതാണ്. ഈ മാർഗം വളരെ കൂടുതൽ നഷ്ടപ്പെട്ടു പോകുന്ന മാർഗങ്ങളാകും നാഥ. ഇതിലേക്ക് നീ ഞങ്ങളെ ചേർത്തണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഒരിക്കൽ കൂടി ഏവർക്കും ഈദ് ആശംസിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വാക്കുകൾക്ക് വിരാമം ഒരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഈദ്ഗാഹ് പിരിഞ്ഞു പോകുമ്പോൾ 2 കാര്യമുണ്ട്. എല്ലാവരും പരസ്പരം മുസാഹഫത്ത് കൊടുത്തു പോകണം. അത് ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഈ ദിനത്തിന്റെ ധർമ്മം വളരെ പ്രസക്തമായ ധർമ്മമാണ്. എന്തെങ്കിലും കഴിയുന്ന പരമാവധി എന്തെങ്കിലും ഇതിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിന് കൽപ്പിച്ച ഒരു ധർമ്മം കൂടിയാണ്. കൂലിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ നടത്തുന്ന ഈദ് സ്പോർട്സ് നാളെ ഫിൻദാസ് പാർട്ട്നേഴ്സ് നടത്തുന്നതാണ്. രാവിലെ 9:30 ആരംഭിക്കുന്ന പരിപാടിയിൽ വിവിധങ്ങളായ മത്സരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ഓഫ് ചെയ്തിട്ടില്ല ഉണ്ടാവില്ല എന്നെ കൊണ്ട് പിന്നെ കുഴപ്പമില്ല എം ടി പറഞ്ഞു